തട്ടുകടയിൽ നിന്നൊരു ചൂട് ഷവർമയോ ഫ്രൈഡ് ചിക്കനോ അല്ലെങ്കിൽ വഴിയിലുള്ള കടകളിൽ നിന്ന് നല്ല അടിപൊളി മധുരമുള്ള ഡ്രിങ്ക്സോ കുടിക്കാൻ ഇഷ്ടമല്ലാത്തവരായി നമ്മളിൽ ആരും കാണില്ല. സന്ധ്യയാകുമ്പോൾ ഒരു തട്ടുകട കണ്ടാൽ വണ്ടി നിർത്തി എന്തെങ്കിലും കഴിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു ശീലമാണ്. പക്ഷേ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മൾ ഇത്രയധികം ആസ്വദിച്ച് കഴിക്കുന്ന ഈ ഭക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന്? നമ്മൾ അതീവ രുചിയോടെയും സന്തോഷത്തോടെയും കഴിക്കുന്ന ഈ വിഭവങ്ങൾ ഇന്ന് നമ്മുടെ ശരീരത്തിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന നിശബ്ദ കൊലയാളികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതിലും വലിയൊരു സങ്കീർണമായ വിഷയം നമ്മുടെ കേരളത്തിൽ ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസ്ഥാന നിയമസഭയിലും പൊതുസമൂഹത്തിലും ഉന്നയിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ സാമൂഹിക നിർദ്ദേശമാണ് ഇന്ന് മാധ്യമങ്ങളിൽ വൻ ചർച്ചയായി മാറിയിരിക്കുന്നത്. കേരളത്തിൽ എത്രയും വേഗം ഒരു പ്രത്യേക ആരോഗ്യ നികുതി അഥവാ ഹെൽത്ത് ടാക്സ് നടപ്പിലാക്കണം എന്നതാണ് ആ നിർദ്ദേശം. പൊതുവെ പുതിയൊരു നികുതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ വീണ്ടും ജനങ്ങളുടെ പോക്കറ്റടിക്കാൻ അടുത്ത വഴി കണ്ടുപിടിച്ചു എന്ന് സാധാരണക്കാർ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ഒരു ഹെൽത്ത് ടാക്സ് നിർദ്ദേശത്തിന് പിന്നിൽ വിദേശ രാജ്യങ്ങളുടെ മാതൃകകളും അതിലുപരിയായി ലോകാരോഗ്യ സംഘടനയും നമ്മുടെ സ്വന്തം ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ചില ആരോഗ്യ കണക്കുകളുമുണ്ട്. എന്താണ് ഈ ആരോഗ്യ നികുതി? ഇത് ശരിക്കും നമ്മുടെ നാടിനും ജനങ്ങൾക്കും ആവശ്യമാണോ? നമുക്കിതിൻ്റെ പിന്നിലെ വാസ്തവങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്ക് ആദ്യം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ ആരോഗ്യ കണക്കുകളിലേക്ക് പോകാം. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, ലോക ആരോഗ്യ സംഘടന അഥവാ WHO, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയായ ഫസ എന്നിവയൊക്കെ പുറത്തുവിട്ട വിവരങ്ങൾ കേട്ടാൽ ആരും ഞെട്ടിപ്പോകും. നമ്മുടെ രാജ്യത്ത് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ 67% രക്തക്കുറവ് അഥവാ അനീമിയ അനുഭവിക്കുന്നവരാണ്. അതായത് അവരുടെ ശരീരത്തിൽ വളർച്ചയ്ക്ക് ആവശ്യമായ ഇരുമ്പിൻ്റെ അംശം കൃത്യമായ അളവിലില്ല. 15-നും 49-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലും ഗർഭിണികളിലും ഈ അനീമിയ നിരക്ക് 50% മുകളിലാണ്. ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കാര്യമാണ്. എന്നാൽ വിവര വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിലെ സ്ഥിതിവിവര കണക്കുകൾ കൂടുതൽ ഭീതിജനകമാണ്. ഇവിടെയുള്ള കൗമാരക്കാരിലും യുവാക്കളിലും അമിതവണ്ണവും ശരീരത്തിൽ അനിയന്ത്രിതമായി കൊഴുപ്പടിയുന്ന അവസ്ഥയും വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ 50-60 വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള ആളുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ഇന്ന് നമ്മുടെ നാട്ടിലെ 20കളിലും 30കളിലും ജീവിക്കുന്ന ചെറുപ്പക്കാരെയാണ് കൂടുതലായി വേട്ടയാടുന്നത്. കേരളത്തിൽ ഇന്നുണ്ടാകുന്ന മൊത്തം ഹാർട്ട് അറ്റാക്ക് കേസുകളിൽ 25%വും 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർക്കാണ് സംഭവിക്കുന്നത്. 2 തവണ ഹാർട്ട് അറ്റാക്ക് വന്ന് അതിജീവിച്ച ചെറുപ്പക്കാർ പോലും നമുക്ക് ചുറ്റുമുണ്ട്. ഈ ചെറുപ്പക്കാരുടെ ആരോഗ്യം തകർത്തെറിയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മൾ ദിവസേന കഴിക്കുന്ന അമിത കൊഴുപ്പുള്ള ജങ്ക് ഫുഡുകളും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളുമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ഒരുപോലെ മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിൻ്റെ ഏതൊരു മൂലയിലേക്ക് തിരിഞ്ഞു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഫോർമൽ ഫുഡ് സ്ട്രക്ചറുകളാണ്. അതായത് കൃത്യമായ രജിസ്ട്രേഷനോ മാനദണ്ഡങ്ങളോ ശുചിത്വ പരിശോധനകളോ ഇല്ലാതെ തെരുവോരങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറിയ ഫുഡ് സ്റ്റാളുകളും തട്ടുകടകളും. പ്രമുഖ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയായ ഫസ കേരളത്തിന് പ്രത്യേകമായി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ടൂറിസം കേന്ദ്രമായ കേരളത്തിൽ എവിടെയും ഇത്തരം ഭക്ഷണശാലകൾ ലഭ്യമാണ്. എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എത്രത്തോളം കൊഴുപ്പുണ്ട്, എത്രത്തോളം മധുരമുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള മാരക രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ട് എന്ന് കൃത്യമായി പരിശോധിക്കാൻ നമുക്കിവിടെ ഒരു സ്ഥിരം സംവിധാനമില്ല. വഴിയോര കടകളിൽ നിന്ന് ഷവർമയോ മത്സ്യവിഭവങ്ങളോ മറ്റു ഭക്ഷണങ്ങളോ കഴിച്ചതിനെ തുടർന്ന് ഗുരുതരമായ രീതിയിൽ ഫുഡ് പോയ്സണിംഗ് ഉണ്ടാകുകയും ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്ന ദാരുണമായ വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ്
പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും സുപ്രധാനമായൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഓരോ പാക്കറ്റ് ഫുഡിന്റെ പുറത്തും അതിൽ എത്രത്തോളം ഷുഗർ ഉണ്ട്, എത്രത്തോളം ഫാറ്റ് ഉണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമേ ഉപഭോക്താക്കൾക്ക് തങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കൂ. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. ഈ വലിയ ആരോഗ്യ പ്രതിസന്ധിയെ മറികടക്കാൻ ലോകത്തിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ലോകത്ത് ഏകദേശം 113ഓളം രാജ്യങ്ങൾ ജങ്ക് ഫുഡ് നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഇതിന്റെ ഭാഗമായി ശരീരത്തിന് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ അമിതമായി മധുരവും കൊഴുപ്പും അടങ്ങിയ ഇത്തരം ജങ്ക് ഫുഡുകൾക്ക് മേൽ അവർ ഉയർന്ന നിരക്കിൽ പ്രത്യേക നികുതി ചുമത്തി. കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ ആദ്യം 10% തുടങ്ങി പിന്നീട് 20% വരെ നികുതി ഉയർത്തുകയുണ്ടായി. ഇതിനെയാണ് ആഗോളതലത്തിൽ ഹെൽത്ത് ടാക്സ് അല്ലെങ്കിൽ ഫാറ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നികുതി ചുമത്തുമ്പോൾ പ്രധാനമായും 2 നേട്ടങ്ങളാണുള്ളത്. ഒന്നാമതായി, ആരോഗ്യത്തിന് ദോഷകരമായ ഇത്തരം ഭക്ഷണങ്ങളുടെ വില വർദ്ധിക്കും. വില കൂടുമ്പോൾ ആളുകൾ, പ്രത്യേകിച്ച് കൗമാരക്കാരും ചെറുപ്പക്കാരും ഇത് ദിവസവും വാങ്ങി കഴിക്കുന്ന ശീലം സ്വയം കുറയ്ക്കും. രണ്ടാമതായി, വൻകിട കമ്പനികൾ അമിതമായി ഫാറ്റും ഷുഗറും ചേർത്ത് ഹാനികരമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരാകും. കേരളത്തിലും ഈ ഒരു ആരോഗ്യ നികുതി കൊണ്ടുവന്നാൽ അത് നമ്മുടെ ഭാവി തലമുറയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വഴിയോര കടകൾക്കും ഇൻഫോർമൽ ഫുഡ് സെക്ടറുകൾക്കും കൃത്യമായ ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമാക്കുകയും വേണം. ഇങ്ങനെ ഒരു 10% അല്ലെങ്കിൽ 15% ഹെൽത്ത് ടാക്സ് ഏർപ്പെടുത്തിയാൽ സർക്കാരിന് നല്ലൊരു നികുതി വരുമാനം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ യുവജനങ്ങളുടെ ആരോഗ്യം വലിയൊരു പരിധിവരെ കാത്തു സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. അമിതമായ ജങ്ക് ഫുഡ് ഉപയോഗം കുറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ നമ്മെ ഏറെ സഹായിക്കും. ഏതായാലും നമ്മുടെ ഭക്ഷണ രീതികളെയും ജീവിതശൈലിയെയും കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കേവലം നാവിൻ്റെ രുചി മാത്രം നോക്കാതെ അത് നമ്മുടെ ആരോഗ്യത്തിന് എന്ത് ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? കേരളത്തിൽ ഇത്തരമൊരു ആരോഗ്യ നികുതി കൊണ്ടുവരേണ്ടതുണ്ടോ? അത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുമോ, അതോ സാധാരണക്കാർക്ക് ഒരു അധിക സാമ്പത്തിക ബാധ്യതയാകുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.